ഒരു കാര്യം ആരിഫ് ഹുസൈൻ എന്തിനാണ് ഞാൻ പറയുമ്പോ കയറി ഇടപെടുന്നത്? നിങ്ങൾ മണ്ടത്തരം പറയുന്നത് മര്യാദയില്ലാത്ത ഇത്ര മര്യാദ കെട്ട വിവരം കെട്ട ഒരു വർഗീയവാദിയെ മഞ്ജുഷേ പോയിന്റ് പറയണോ വേണ്ടത് ഞാൻ തീരുമാനിക്കാം. സംസാരിച്ച പോക്ക താൻ ആദ്യം വായടക്കേ, താൻ ആദ്യം വായടക്കേ, താൻ ആരുടെ കളിക്കുന്നത്? കുറച്ചുകൂടെ മര്യാദക്കൊക്കെ സംസാരിക്കേ. സംസ്കാരത്തോടെ സംസാരിക്കട ചെറ്റ പട്ടി പോട പട്ടിയെ മൂനി. എന്താ ഒരാളെ സംസാരിക്കാൻ അനുവദിക്കാതെ ഇയാള് പറയാനാണോ പോയിന്റ് പറയാൻ ഞാനിരിക്കുന്നത്? ചോദിക്കുന്ന ഉത്തരങ്ങൾക്ക് ഞാൻ പറയും, താങ്കൾ മിണ്ടായിരിക്കട്ടെ. ആദ്യമേ ഉള്ള അനുഭവം വെച്ച് ഞാനൊരു കാര്യം പറയാം, അവനോട് ഇടയാൻ നിൽക്കണ്ട. എനിക്ക് സംസാരിക്കാൻ വിരട്ടലൊന്നും നടക്കില്ല പൊന്നു ജയരാജ, ഇത് പാർട്ടി ക്ലാസ് അല്ല. ഓക്കെ, നിങ്ങൾ പറയുന്ന മണ്ടത്തരം ഇവിടെ നമ്മൾ ചൂണ്ടിക്കാണിക്കും. പാർട്ടി ക്ലാസ്സിൽ പോയിട്ട് വിരട്ടൊക്കെ മതി. ഓക്കെ, അതൊന്നും ഇവിടെ ഇറക്കണ്ട. സഖാവേ, ഈ വിരട്ടിൽ കണ്ട അന്റാർട്ടിക്ക വിഴുങ്ങിയ പോലെ നിൽക്കുന്ന ഒരുപാട് പിള്ളേരെ സഖാവ് കണ്ടിട്ടുണ്ടാവും. താരെ ആ കൂട്ടത്തിൽ കൂട്ടല്ലേ? പുതിയ ആളായതുകൊണ്ടാ ഇവിടെ ചോദിച്ചാ മതി. ഇയാൾ എവിടെന്നെങ്കിലും അച്ചാരം മേടിച്ചിട്ടുണ്ടെങ്കിൽ അച്ചാരം ഞാൻ പലയിടത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, അത് എന്റെ ഇഷ്ടം. ഞാൻ എനിക്ക് പറയാനുള്ള കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും, ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കേ. നിങ്ങൾ പറയുന്നതിൽ തെറ്റാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ അത് നിന്റെ പാരമ്പര്യം, എനിക്കത് വലിയ ശീലമില്ല. സമയത്ത് മന്ത്രി അവിടെ ന്യൂനപക്ഷത്തെ ഇതുപോലെ എന്താണ് ട്രോയിങ് നടത്ത ബസ് എന്ന് പറയുന്ന രീതിയിലേക്ക് ചെയ്തു. അതാണ് ഉണ്ടായത്. എന്തുകൊണ്ട് ക്രിസ്ത്യൻ മൈനോറിറ്റിയെ മന്ത്രി അവിടെ തിരസ്കരിച്ചു? മുൻകാല് വോട്ടിന്റെ എണ്ണം കുറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടല്ലേ? എന്താ നിങ്ങളുടെ മൈനോറിറ്റി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ആ കുന്ത്രാണ്ടം എന്താ ഉണ്ടായത്? മഞ്ജുഷ ഇവന് ബ്യൂട്ടി ഡോക്ടർ ബി ജയരാജ് വീട്ടിൽ കൂലിക്കാർ കുറെ ഉണ്ടായിരിക്കും, അവരോട് സംസാരിച്ച ശീലായിരിക്കും. മൈനോറിറ്റി പ്രൊട്ടക്ഷൻ എന്തുകൊണ്ട് ഇവിടെ വന്നില്ല എന്നുള്ളതാണ്. അതുകൂടി ചേർത്ത് പറഞ്ഞോളൂ ജയരാജ്, മറുപടി പറഞ്ഞോളൂ. ആരിഫ് ജയരാജ് മറുപടി പറയട്ടെ, ജയരാജ് പറയട്ടെ, പറഞ്ഞു തീർക്കട്ടെ. പറയില്ല, അവൻ പറയില്ല. അപ്പൊ ഇതിനകത്ത് ഹൈബീഡനൊക്കെ ആളുകൾ ചെന്നിട്ട് അവരെ വിരട്ടി, ആ പാരന്റ്സിനെ വിരട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവരങ്ങനെ ആദ്യമേ ഒരു തീരുമാനം എടുത്തത്. അപ്പൊ നീ ആയിരുന്നു ഇതിന്റെ മൂന്നാൻ. പിന്നീട് അവരുടെ റൈറ്റ്സിനെ കുറിച്ച് അവർ ബോധവാന്മാരായപ്പോഴാണ് അവർ DDയെ സമീപിച്ചത്, വിദ്യാഭ്യാസ മന്ത്രിയെ സമീപിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി എടുത്തുനിന്ന് DD നിന്ന് അനുകൂലമായ നിലപാടുണ്ടായപ്പോഴാണ് അവർ സ്ട്രോങ് ആയിട്ട് നിന്നത്. ഈ പെൺകുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനോടാണ് ഇങ്ങനെ ചെയ്തത്. അത് ഇത്ര കഷ്ടമായി പോയിട്ടോ. അതിനെ വേർതിരിച്ച് നിർത്തുക, അതിനെ ചീത്ത വിളിക്കുക, അതിനെ ഒറ്റപ്പെടുത്തുക. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ, ഈ ഒരു സ്വകാര്യ സ്കൂളിൽ നിന്ന് ഒരു കുട്ടിയെ ഫീസ് കൊടുക്കാത്തതിന്റെ പേരിൽ ഇറക്കി വിട്ടു, ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. എന്റെ അമ്മയെ നാട്ടിച്ച് നമ്മൾ രണ്ടു വശവും ചിന്തിക്കണം. കേരളത്തിലാണ് 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി അതിന് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച്, അതിന് ഒരു ശിരവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ അതിന് സോഷ്യൽ ഓസ്ട്രൈസിസം എന്ന് പറയും, ഊരുവിലൊക്കെ കൊടുക്കുന്ന കണക്കല്ലേ കൊടുത്തിരിക്കുന്നത്. എന്റെ ചങ്കാട കളക്കിയത്. ഇത് മര്യാദകേടല്ലേ? ഒരു വിഭാഗത്തിന്റെ സംരക്ഷിക്കുകയും മറ്റൊരു വിഭാഗത്തിന്റെ മതം സംരക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത് എവിടുത്തെ ന്യായമാണ്? ഉള്ളി ഉണ്ടെങ്കിൽ കണ്ടോട്ടെ ഞാടിക്കോട്ടെ, അയാളൊന്ന് ഭംഗിയായിട്ട് കരഞ്ഞോട്ടെ. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ ഈ നാട്ടിൽ ആളുകൾ ഇറങ്ങി വരിക. ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഇത് മതസ്പർദ്ധ വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? അത് തന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത്. അതുകൊണ്ടാണ് വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഗവൺമെന്റ് എടുത്തത്. വിദ്യാഭ്യാസ മന്ത്രി ആ നിലപാടാണോ എടുത്തത് എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഞങ്ങൾ എന്താ മണ്ടന്മാരാണെന്ന് കരുതിയോ? നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഈ ദിവസങ്ങളിൽ ആ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് കടന്നു പോകുന്ന മാനസിക സംഘർഷം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ചോദിക്കാനും പറയാനും നമുക്കാരും ഇല്ലല്ലോ. ഒരു കുട്ടിയുടെ പിതാവ് ഈ നേരത്തെ പറഞ്ഞ സനൂപ് പറഞ്ഞ ആ ഭീകര പാർട്ടിയുമായി അവിടെ വന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഒരു കാര്യവുമില്ലാതെ എന്താണ് ഇങ്ങനെ ജീവികള്? കാരണം നിലവിൽ അവരുടെ സ്കൂൾ ഡയറിയിൽ നേരത്തെ തന്നെ 30 to 33 കുട്ടികളുടെ വസ്ത്രത്തെക്കുറിച്ച് കൃത്യം പറഞ്ഞിരിക്കുക. അവിടെ പെൺകുട്ടികൾ മുടി പിന്നിട്ട് രണ്ടായി പിന്നിട്ട് പോണിറ്റെയിലായിട്ട് കെട്ടിവയ്ക്കണം. ഇങ്ങനെ കൃത്യം കാര്യങ്ങള് അവരുടെ സ്കൂൾ ഡയറിയിലുണ്ട്. ഇതൊക്കെ അംഗീകരിച്ചും ഇതൊക്കെ ചെയ്യാമെന്ന് ഏറ്റു പറഞ്ഞോട്ടൊക്കെയാണ് ഇവർ കയറി വരുന്നേ. പാലം കിടക്കോളം നാരായണ, പാലം കിടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന് പറഞ്ഞ പോലെ ആയല്ലത്. ആരിഫ് ഹുസൈൻ അറിയാലോ, എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിൽ വരുന്നില്ല. പലതവണ ചർച്ച ചെയ്തതാണ്. ആരിഫ് സംശയം ഒന്ന് തീർത്തു പറഞ്ഞുതരാം. ഇസ്ലാമിൽ തലമറയ്ക്കുന്നത് സ്വതന്ത്ര സ്ത്രീകൾക്ക് മാത്രമാണ്. അടിമ സ്ത്രീകൾക്ക് തലമറയ്ക്കാൻ ഹറാമാണ്. അപ്പൊ ഹിജാബ് എന്ന് പറയുന്നത് അടിമ സ്ത്രീയെയും സ്വതന്ത്ര സ്ത്രീയെയും വേർതിരിക്കാനുള്ള ഒരു വേഷമാണ്. അപ്പൊ അത് എടുത്തു വെച്ചിട്ട് നമ്മളെ സമൂഹത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ന്യൂആൻസസ് നമ്മൾ പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ജയരാജ് അതിലേക്കൊന്നും ഇറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. അറിയാത്ത കാര്യത്തെ പറ്റി എന്തിനാണ് നാരായണ താൻ അഭിപ്രായം പറയാൻ പോകുന്നത്? ഇപ്പൊ ഇതിൽ വേറൊരു കാര്യം കൂടി പറയാണ്.
ഇവിടെ ഉയർത്തുന്ന ഒരു വാദം ഇപ്പൊ മഞ്ജുഷ ചോദിക്കുന്ന കേട്ടു, ഇത് അനുവദിച്ചാൽ എന്താ കുഴപ്പമെന്നുള്ളത്. ഇതിന് 2 കുഴപ്പമാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ഈ ഹിജാബ് ഇൻക്ലൂഷന് വേണ്ടിയിട്ട് നടത്തുന്ന ഈ ഒരു ഹിജാബ് ആക്ടിവിസം എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ട് കേരളത്തിൽ സംഭവിക്കുന്ന ഒരു ഫിനോമിനൻ അല്ല, ഇതൊരു ഗ്ലോബൽ ഫിനോമിനൻ ആണ്. എന്നെക്കൊണ്ട് ആരാ ചെയ്യിക്കുന്നത് എനിക്ക് നല്ലപോലെ അറിയാം. ഇതാരാണ് ഇതിനു വേണ്ടിയിട്ട് പിന്നിൽ പ്രവർത്തിക്കുന്നത്? മുസ്ലിം ബ്രദർഹുഡിന്റെ നേതൃത്വത്തിൽ അവരെ അഴിച്ചുവിടുന്ന ഒരു ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണ് ഈ സംഗതി. ഇത് നിങ്ങൾക്ക് UK കാണാം, ഫ്രാൻസിൽ കാണാം, ബെൽജിയത്തിൽ കാണാം, ഡെൻമാർക്കിൽ കാണാം, എവിടെ വേണേലും നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സാധനമാണ്. അത് ഇന്ത്യയിലേക്കും ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങളൊന്ന് പോയാട്ടെ മാഷ, ആളെ സ്വീപ്പാക്കാതെ. എടുക്കാൻ പറ്റില്ല എന്നാണ് ജയരാജ് ആരിഫ് ഹുസൈൻ പറയുന്നതിന്റെ പരമാർത്ഥം. അതിനുള്ള മറുപടി ജയരാജ്, അത്ര നിഷ്കളങ്കമല്ല ഈ ആവശ്യം എന്നുള്ളതാണ് ആരിഫ് പറയുന്നത്. ജയരാജ്, ഞാൻ പറയട്ടെ, ഇതേ കണക്കോലെ ഈ ആഗോള ഇതിന്റെ ഭാഗമാണ്, റാഡിക്കൽ ഇസ്ലാമിന്റെ ഭാഗമാണെന്ന് കുറെ നേരം കൊണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറെ 10 വർഷത്തോളം ഞാൻ UAE വർക്ക് ചെയ്ത ഒരാളാണ്. ഓൾമോസ്റ്റ് GCC കൺട്രീസിൽ എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്. അതും ഇതും തമ്മിൽ എന്താ ബന്ധം? ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. മലേഷ്യയിൽ ജോലി ചെയ്തിട്ടുണ്ട്. മൃഗീയ പഠനത്തിനായി ഞാൻ ന്യൂജേഴ്സിയിൽ പോയി. അതിനുശേഷം മലയായിൽ പെറാക്, ജോഹോർ, കെഡ, കെലന്താർ, നെഗ്രി, സെമ്പിലാൻ, പഹാങ് എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു. മലേഷ്യയിൽ ഓൾമോസ്റ്റ് 90% മുസ്ലിം സ്ത്രീകളിൽ നിന്ന് ഹിജാബ് ധരിക്കുന്നവരാണ്. അവർ വർക്കിന് പോകുന്നുണ്ട്, ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെയാണ്. ഈ പറഞ്ഞ കണക്കല്ല അടിമ സ്ത്രീകളോ അങ്ങനെയുള്ള വേർതിരിവൊന്നുമില്ല. ആരാത് പറഞ്ഞേ? എടോ, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? നമുക്കോട്ട് ഊഹിക്കാൻ പാടില്ലേ? ഓരോ രാജ്യങ്ങളിലും ഇത് ഉപയോഗിക്കുന്നത് അവിടുത്തെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആരിഫ് ഹുസൈൻ, ഞാൻ പറയട്ടെ, സംസാരിക്കുന്ന ആളല്ലേ ഇയാള്? ആഗോള അച്ചാരം മേടിച്ചിട്ട് ആഗോളക്കാരുടെ അച്ചാരം മേടിച്ചിട്ട് ഇസ്ലാമിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളല്ലേ? താങ്കൾക്ക് പറയാൻ അത് ഇസ്ലാം ജനിച്ചു പോയെന്ന് പറഞ്ഞാൽ താങ്കൾക്ക് അതിന് റൈറ്റ് ഇല്ല. താങ്കൾ അടങ്ങിയിരിക്കും. ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുന്നത് എന്താണ്? എന്റെ പൊന്ന് ചേട്ടായി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. ആരിഫ് ഹുസൈനെ താങ്കൾ ഞാൻ പറയാൻ അനുവദിക്കും. എങ്കിൽ താങ്കളോട് സംസാരിക്കരുത്. താങ്കളുടെ അവസരത്തിൽ താങ്കൾ പറഞ്ഞാൽ നീ അപ്സെറ്റ് ആവാതിരിക്കുക. എങ്ങനെയാണോ അപ്സെറ്റ് ആവാതിരിക്കുക? വിദ്യാഭ്യാസ മന്ത്രി കന്യാസ്ത്രീകളെ അവഹേളിച്ചു എന്ന ഒരു നിലപാടിലേക്ക് സഭകൾ പോവുകയാണ്. അതാണ് ഫാദർ ജോഷി മയ്യാറ്റിൽ പറഞ്ഞത്. അതിനുള്ള മറുപടി പറയൂ. എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുണ്ട് മഞ്ജുഷ്. ഇതിങ്ങനെ ഇത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നിരന്തരമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇതിന് വ്യക്തമായ ബാക്കിംഗ് ഉണ്ട്. ഇത് കൃസംഗികളാണ് ഇത്തരം വിഷയങ്ങൾ മനഃപൂർവ്വം കുത്തിപ്പൊക്കുന്നത്. അങ്ങാടി തോറ്റന് അമ്മയുടെ അടുത്ത് കുതിര കയറുന്നതിന് സമുദായത്തിൽ ജാതി സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് കൃസംഗികളാണ്. പരിപാടിയുടെ പോയി വെടിമരുന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും അല്ലയോ ഒച്ചയായിട്ടവർക്കാണോ കേസ്? ഇത് ഇന്നലെ തുടങ്ങിയതല്ല, കാസയുടെ രൂപത്തിൽ തുടങ്ങിയതാണ്. മറ്റു പല സംഘടനകളുടെ പേരിലും ഇത് തുടങ്ങിയതാണ്. പല ആളുകൾക്കും സ്വന്തം അനുഭവം ഉണ്ടായപ്പോഴത്തേക്കും അതിൽ നിന്നൊക്കെ മാറി പറയുന്ന അവസരം കൂടെ നമ്മൾ കണ്ടതാണ്. ഡോക്ടർ ബി ജയരാജ്, അവിടെ SDPI ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് SDPIയുടെ പേര് പറയുന്നില്ല? താങ്കൾ എന്തുകൊണ്ട് SDPIയുടെ പേര് പറയുന്നില്ല ജയരാജ്? SDPIയുടെ പേര് വിട്ടുപോകുന്നു. അയ്യോ അത് വേണ്ട. SDPI എല്ലാ തരത്തിലുള്ള മതമൗലികവാദികളോടും ഇടതുപക്ഷത്തിന് ഒരേ സമീപനം തന്നെയാണ്. എന്തിനാ വെറുതെ ഉരുളുന്നേ? പേടിയാണെന്ന് സമ്മതിച്ചൂടെ? അത് SDPI ആയാലും ശരി, PFI ആയാലും ശരി, ആരെയും വേറെ തട്ടിലൊന്നും കാണുന്നില്ല. ആരെയും വേറൊരു തട്ടിലും കാണുന്നില്ല. അതല്ല സാധനത്തെ എന്തോ മുന്തിയ സാധനമാണെന്ന് വരുത്തി തീർക്കുന്നു. അങ്ങനെയല്ല, അത്ര സൂചിപ്പിക്കണ്ട. വേണം. ഹിജാബ് എന്ന് പറയുന്നത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അത് എസെൻഷ്യൽ പ്രാക്ടീസ് അല്ല എന്ന് ഇവിടെ വിധിയുള്ളതാണ്. മാത്രമല്ല, ഇവിടെ അതിന്റെ കൃത്യമായ ഇസ്ലാമിക മാനമുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് അല്ല, ഏത് നാടകക്കാരാണ് എനിക്ക് ഈ വാചകങ്ങളൊക്കെ എഴുതി തരുന്നേ?
അടിമസ്ത്രീയെയും സ്വതന്ത്ര സ്ത്രീയെയും ശരി, അല്ല ജയരാജ് താങ്കൾ ഈ എസെൻഷ്യൽ പ്രാക്ടീസിനെ പറ്റി പറഞ്ഞപ്പോഴുള്ള എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിനെ പറ്റി പറഞ്ഞപ്പോഴുള്ള വൈരുദ്ധ്യമാണ് ചൂണ്ടിക്കാണിച്ചത് ജയരാജ്. നിങ്ങൾ തോറ്റുപോയി ഇയാളോട് സംശയം ഞാൻ ചോദിച്ചു, അതിനുള്ള മറുപടി പറഞ്ഞാൽ സംസാരിക്കാനുള്ള അവസരം തരൂ. കുമാരപിള്ള സാറ് താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാ മതി. ഇവിടെ ഈ സ്കൂളിൽ ആദ്യമായിട്ട് ഹിജാബിന്റെ സംഗതി വന്നപ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞത് ഇത് തിരിച്ചാ സംഭവിച്ചെന്ന് വിചാരിക്കുക. തിരിച്ചാണ് സംഭവിച്ചെന്ന് വിചാരിക്കുക. ഇവിടെ ആദ്യമായിട്ട് കാവ്യ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതിയാണ് ഇവിടെ വന്നത്. നിങ്ങൾ എന്തായിരിക്കും ഇവിടെ പറയാ? ശരി, ജയരാജ് പറഞ്ഞു തീർക്കട്ടെ, അല്ലെങ്കിൽ ജയരാജ് സമ്മതിക്കുന്നില്ല. ജയരാജ് പറയട്ടെ, ജയരാജ് പറഞ്ഞു തീർക്കട്ടെ. മഞ്ജുഷ ഇയാൾ സമ്മതിക്കുന്നില്ല. ഈ മീശ വെച്ച് തൊട്ട് ഇയാൾ കയറി ഉടക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ഇവിടെ ബാക്കിയുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ ഇടപെടുകയാണ്. നിങ്ങൾ ആദ്യം ആ മര്യാദ കാണിക്കൂ. അവനോ നന്നായിട്ട് മതി മറ്റുള്ളവരെ കുറ്റം പറയാൻ കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് പാർലമെന്ററി എന്തോ സാധനത്തെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, ഇവിടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞല്ലോ. അതെന്താ നിങ്ങൾ സ്വയം ജയരാജ് പറഞ്ഞു തീർക്കട്ടെ, ബാധകല്ലേ? ഇപ്പോഴെങ്ങനെ കിട്ടാനുള്ള കിട്ടല്ലോ.